സോ ഗൈസ്, ഒരു വളരെ വളരെ ആശങ്കയോടുകൂടിയുള്ള ഇല്ലെങ്കിൽ വളരെ വളരെ വിഷമത്തോടു കൂടിയുള്ള ഒരു ന്യൂസ് അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുന്നു. നിങ്ങൾ എത്ര പേര് അറിഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എവിടെയും ഷെയർ ചെയ്യുന്നതായിട്ടും ആരും പറയുന്നതായിട്ടും കണ്ടില്ല. എന്നാൽ തീർച്ചയായിട്ടും നമുക്ക് അതിരാവിലെ തന്നെ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യേണ്ടതായിട്ട് വരുന്നു. നമ്മൾ കുറച്ച് നാളുകൾ മുമ്പ് വരെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒരു പ്രപ്പോസൽ പോയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ സാധിച്ചു. UK-ലെ പെർമനന്റ് റെസിഡൻസി സിറ്റിസൺഷിപ്പിന്റെ കാലയളവ് വളർത്തുക അല്ലെങ്കിൽ ഉയർത്തുക എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഉള്ള കറണ്ട് 5 ഇയേഴ്സിൽ നിന്ന് അതൊരു 10 ഇയേഴ്സിലേക്ക് ആക്കുക എന്നുള്ളത്. സോ അതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള കൊച്ചു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ബെല്ലിന് എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യാം. സോ ഗൈസ്, വളരെ ആശങ്കയോടുകൂടി തന്നെയാണ് ഈ വീഡിയോ കാണുന്ന ഏവരും, ഇല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെ, അല്ലെങ്കിൽ എല്ലാവരും ഈ ഒരു ആശങ്കയോടുകൂടി തന്നെയായിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളുകൾ മുമ്പ് വരെ നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടിയുടെ വളരെ എന്താ പറയുക, ഒരു വലിയൊരു നമ്മളെ എഫക്റ്റ് ചെയ്യുന്നൊരു പ്രപ്പോസൽ കൊണ്ടുപോയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. PR പെർമനന്റ് റെസിഡൻസി നമുക്ക് 5 ഇയേഴ്സിനകത്ത് കിട്ടുന്നത് അത് 10 ഇയേഴ്സിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ആ ഒരു പ്രപ്പോസൽ. അതുപോലെ സിറ്റിസൺഷിപ്പ് വീണ്ടും അത് 15 ഇയേഴ്സിലേക്ക് ഉയർത്തുക എന്നുള്ളതായിരുന്നു ആ ഒരു പ്രപ്പോസലിന്റെ ഭാഗം. അന്ന് ആ സമയത്ത് ക്രിസ്റ്റാമർ ഗവൺമെന്റ് അതൊരു തള്ളിക്കളഞ്ഞെങ്കിലും, ആ ഒരു പ്രപ്പോസൽ വരാനുള്ള സാധ്യതകൾ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞെങ്കിലും, ഇപ്പോൾ വരുന്ന ഒരു അപ്ഡേറ്റ് അനുസരിച്ചിട്ട് റിഫോം പാർട്ടിയുടെ UK-ക്കകത്തേക്ക് അല്ലെങ്കിൽ UK-യിലെ രാഷ്ട്രീയത്തിൽ വലിയൊരു ചലനം സൃഷ്ടിച്ചത് കൊണ്ട് തന്നെ ലേബർ പാർട്ടി ഈ പറഞ്ഞ കൗൺസിൽ ഇലക്ഷൻസിൽ അമ്പേപ്പട്ടി പാളീസായതിൽ വലിയൊരു തീരുമാനത്തിലേക്ക് ക്രിസ്റ്റാമറിനെ നയിക്കുന്നു. ആ തീരുമാനം നമ്മളെല്ലാവരും ഭയന്ന പോലെ തന്നെ പെർമനന്റ് റെസിഡൻസി ഇല്ലെങ്കിൽ സിറ്റിസൺഷിപ്പിന്റെ നിയമങ്ങളിലായിരിക്കും കൂടുതലും, ഇല്ലെങ്കിൽ ഈ ഒരു നിയമമായിരിക്കും ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിലൂടെ വരുന്ന സമയത്ത് ഈ ഒരു അപ്ഡേറ്റും കാണും എന്നുള്ളൊരു ന്യൂസാണ് ഫിനാൻഷ്യൽ ടൈംസ് ഇപ്പോൾ പുറത്തു വിടുന്നത്. ഹോം ഓഫീസ് പേഴ്സൺ ആണ് ഇങ്ങനെ ഇൻഫർമേഷൻസ് കൊടുത്തിരിക്കുന്നത്. ഫിനാൻഷ്യൽ ടൈംസിലുള്ള ന്യൂസുകൾ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ 1 മണിക്കൂർ മുമ്പ് ബിസിനസ് സ്റ്റാൻഡേർഡ് എന്നുള്ളൊരു ന്യൂസ് പേപ്പറിലും ഇതിനകത്ത് വന്നു. വരുന്ന സമയങ്ങളിൽ കൂടുതൽ ന്യൂസ് പേപ്പേഴ്സിലേക്ക് ഈ ഒരു ന്യൂസ് വരാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നിങ്ങളൊരു അപ്ഡേറ്റ് കണ്ടിട്ടുണ്ടാവും. ചില രാജ്യത്തിൽ നിന്നുള്ളവർക്ക് UK-യിലേക്ക് സ്റ്റുഡന്റ് വിസ, വർക്ക് വിസ അപ്ലൈ ചെയ്യുന്നതിൽ റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത്. പാകിസ്ഥാൻ, നൈജീരിയ, ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങളിൽ നമുക്ക് കഴിഞ്ഞ ദിവസം മറ്റൊരു അപ്ഡേറ്റ്, ഇന്ത്യ UK നല്ലൊരു ട്രേഡ് കരാർ വരികയും അതിനകത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇന്ത്യക്ക് UK-ക്ക് ഇടയിലും നടക്കുന്നതായിട്ട് നമ്മൾ നിങ്ങളെ അറിയിച്ചു. അപ്പോൾ അതിനുശേഷം ഇന്ന് വരുന്നൊരു അപ്ഡേറ്റ് ശരിക്കും നമുക്കൊരു അടി കിട്ടിയൊരു ഫീല് തന്നെയാണ് എല്ലാവർക്കും എന്ന് തന്നെ നമുക്ക് പറയാം. പെർമനന്റ് റെസിഡൻസി, അതായത് ക്രിസ്റ്റാമർ ഗവൺമെന്റ് പറയുന്നത് ഇപ്പോൾ UK-യിലെ രീതികൾ മാറി തുടങ്ങിയിരിക്കുന്നു. റിഫോം പാർട്ടി UK-യിൽ അധികാരം ഇവിടെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു നിലയ്ക്ക് പോവുകയാണെങ്കിൽ അടുത്ത ഇലക്ഷന് റിഫോം ആയിരിക്കും UK ഭരിക്കുക എന്നുള്ള മുൻ എന്താ പറയുക ഒരു വീക്ഷണത്തിൽ, ഇല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന ഇലക്ഷനെ കുറിച്ചുള്ള ഒരു ധാരണയിൽ ഈ ഒരു നിയമങ്ങൾ കടുപ്പിക്കാനുള്ള തയ്യാറെടുപ്പ് കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ പല ന്യൂസുകളും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ നിയമങ്ങൾ കടുപ്പിക്കാനുള്ള സാധ്യതകൾ വലിയ തോതിൽ കൂടുതലാണ്. സ്റ്റുഡന്റ് വിസ, വർക്ക് വിസ എല്ലാ മേഖലയിലും നിയമങ്ങൾ കടുപ്പിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അതായത് PR-ന്റെ, അതായത് പെർമനന്റ് റെസിഡൻസി ഇപ്പോൾ 5 ഇയേഴ്സിലാണ് കിട്ടുന്നത്, അത് 10 ഇയേഴ്സിലേക്ക് ഉയർത്താനാണ് തീരുമാനിക്കുന്നത് എന്നുള്ളൊരു ന്യൂസ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നുള്ളൊരു ന്യൂസ് പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. ബട്ട് വരുന്ന ദിവസങ്ങളിൽ, അതായത് ആസ് സൂൺ ആസ് പോസിബിൾ ഈ ഒരു ന്യൂസ് ഹോം ഓഫീസിന്റെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആവും എന്നും ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയുന്നത്. ശരിക്കും പറഞ്ഞാൽ വളരെ വളരെ ദൗർഭാഗ്യകരവും വളരെ നമ്മളെ വിഷമിപ്പിക്കുന്നതുമായിട്ടുള്ളൊരു ന്യൂസാണ്. പക്ഷെ അതിനകത്ത് സം മൈഗ്രൻസ് എന്ന് എഴുതിയതിലാണ് ഒരു എന്താ പറയാ ഒരു പ്രതീക്ഷ ലഭിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ചില നാഷണാലിറ്റീസിനെ അവർ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതും ആ ചില നാഷണാലിറ്റീസിന് മാത്രമാവണേ എന്ന് മാത്രമാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു പ്രാർത്ഥന. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിയമങ്ങൾ വരുമെന്ന് ഏകദേശം കൊണ്ട്
ഇപ്പോൾ ഫിനാൻഷ്യൽ ടൈംസ് പോലുള്ള ന്യൂസൊക്കെ റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യമില്ലാതൊന്നും ഒരിക്കലും ഇങ്ങനെയുള്ളൊരു ന്യൂസ് റൂമേഴ്സ് നമ്മുടെ നാട്ടിലെ ന്യൂസ് ചാനലുകൾ അഴിച്ചുവിടുന്ന രീതിക്ക് ഇവിടെ ഒരു കാരണവശാലും ന്യൂസ് ചാനലുകൾ അടിച്ചു വിടാറില്ല പൊതുവെ. സോ അതുകൊണ്ട് തന്നെ ഈ ന്യൂസുകൾക്കൊക്കെ എന്തെങ്കിലും ഒരു അടിസ്ഥാന കാരണം ഉണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ നമുക്കറിയാം PR-ന്റെയും സിറ്റിസൺഷിപ്പിന്റെയും പുതിയ മാറ്റങ്ങൾ, അത് ഏതൊക്കെ രാജ്യങ്ങൾക്ക് ആ മാറ്റങ്ങൾ ബാധകമാകുമെന്നും അതിൽ ഇന്ത്യ ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇൻ കേസ് അങ്ങനെ PR 5 to 10 ഇയേഴ്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ UK-യിൽ നമ്മൾ നിന്നിട്ട് ഒരു കാര്യമില്ല എന്ന് ഞാൻ മുന്നേ തന്നെ ഈ ഒരു ന്യൂസിന്റെ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഒരു 5 ഇയേഴ്സ് സർവൈവ് ചെയ്യാൻ തന്നെ ഇവിടെ വൻ പാടാണ്, കഷ്ടപ്പാടാണ്, എല്ലാവർക്കും തന്നെ അറിയാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പം ഇതിനകത്ത് ഇവിടെ ജോബ് സേഫ്റ്റി സെക്യൂരിറ്റി എന്ന് പറഞ്ഞ സമയത്ത് 0 ആയിരുന്നു. നമുക്കറിയാം ഇവിടെ കെയർ മേഖലയിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ, ചൂഷണങ്ങൾ, കെയർ ഹോമിന്റെ ലൈസൻസുകൾ പോകുന്നത്, അതിനോടൊപ്പം തന്നെ വിസ റിന്യൂ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള പല സംവിധാനങ്ങൾ, അതുപോലെ കെയർ മേഖലയിൽ മാത്രമല്ല NHS-ലും ഇതേപോലെ വലിയ പിരിച്ചുവിടലുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ 5 വർഷം തന്നെ ഇച്ചിരി കൂടുതലാണ്. അതൊരു 3 വർഷം ആക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലേക്കൊക്കെ നമ്മൾ ഒരു പെറ്റീഷനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ആ പരിപാടികളൊന്നും അവിടെയും നടന്നില്ല, ഇവിടെയും അത് നടക്കുന്നില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ആശങ്കയേറിയ വാർത്ത രാവിലെ തന്നെ നിങ്ങൾക്ക് തന്നതിൽ എനിക്ക് വലിയൊരു വിഷമമുണ്ട്. പക്ഷെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസ് ഒന്നും മിസ്സാവരുത് എന്നുള്ളത്, അത് നമ്മൾ മിസ്സാക്കരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ചിലപ്പോൾ PR നാളെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ആളുകളുണ്ടാവും. ഒരു പക്ഷേ അവരെങ്കിലും രക്ഷപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റുകൾ ഇനിയും വരും. ഇപ്പോൾ നമ്മൾ ഈ വരുന്ന ദിവസങ്ങളിൽ, ഈ വരുന്ന വീക്സ് നമുക്ക് കൂടുതൽ ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സ്റ്റുഡന്റ് വിസ റിലേറ്റഡ് ആയിട്ടുള്ള PSW റിലേറ്റഡ് ആയിട്ടുള്ള, അതോടൊപ്പം തന്നെ മറ്റ് വർക്ക് വിസകൾ, ഹെൽത്ത് കെയർ വിസകളും IT, എഞ്ചിനീയറിംഗ്, മറ്റ് വിസകളെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്റ്റാമർ ഓൾറെഡി ന്യൂസുകളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ വീക്കിലോ നെക്സ്റ്റ് വീക്കിലോ ആയിട്ട് പുതിയ നിയമങ്ങൾ പുറത്തു വരാനുള്ള സാധ്യതകളെ കുറിച്ച്. കാരണം ഇത്ര ദിവസം ഈസ്റ്ററിന് ശേഷം എന്ന് പറഞ്ഞു, ഈസ്റ്ററിന് ശേഷം ലോക്കൽ ഇലക്ഷൻ ഉണ്ടായിരുന്നു. ലോക്കൽ ഇലക്ഷൻ അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു, അവർ അമ്പെ പൊട്ടി പാളീസായി. സോ അതുകൊണ്ട് തന്നെ ഇനി വളരെ കടുത്ത നിയമങ്ങൾ കൊണ്ടുവരാതെ UK-ക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ഇപ്പോൾ നാഷണാലിറ്റീസിനെ ബാൻ ചെയ്ത പോലത്തെ, റെസ്ട്രിക്ട് ചെയ്ത പോലെ തന്നെ മറ്റ് ഇതേപോലെ കടുത്ത നിയമങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എനിവേ, എല്ലാവരും കാതോർത്തിരിക്കുക. ഒരു അപ്ഡേറ്റ് നിങ്ങൾ മിസ്സാവില്ല. ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ചെയ്തിട്ടോ നിങ്ങളുടെ സുഹൃത്തുക്കളും ഷെയർ ചെയ്ത് കൊടുത്ത് ഒരാളും മിസ്സാവരുത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നിയമങ്ങൾ വന്ന സമയത്ത് പലരും മിസ്സായി. ഇപ്പോഴും പലർക്കും ഇങ്ങനെയുള്ള നിയമങ്ങൾ വന്നിരിക്കുന്നതെന്ന് അറിയാൻ പോലും സാധിക്കാതെ നമുക്ക് 1-to-1 കൺസൾട്ടേഷൻ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. വന്ന് അവർ ചോദിക്കുമ്പോഴാണ് ഈ നിയമങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ, വന്നോ എന്നൊക്കെ ചോദിക്കുന്നത്. പിന്നെയും UK-യിലുള്ള സ്റ്റുഡൻസിന് ഇതൊക്കെ ബാധകമാവില്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാ നിയമങ്ങളും എല്ലാവർക്കും ബാധകമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ ഗായ്സ്, ആരും തന്നെ മിസ്സാക്കരുത്. ഫോളോ ചെയ്തിട്ടോ. കാണാം. ബൈ.